ഷാഫി പറമ്പിൽ MLA സംസാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടുന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. പിന്നെ അവിടെ മനുഷ്യസാധ്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഇവിടുന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പിന്നെ അറിയിപ്പ് കിട്ടുന്ന മുറക്ക് അത് ചെയ്യാനുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സും ഉണ്ടാവും എന്നുള്ളത് പിന്നെ അദ്ദേഹവും അറിയിക്കുന്നുണ്ട്. പോകുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പം പാർലമെൻറ്റിൽ ചെന്ന ഉടനെ ഇപ്പം പിന്നെ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് മോഷൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ KC വേണുഗോപാൽ MP, പിന്നെ ഹൈബി ഈഡൻ, ഞങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ ഫ്ലോറിൽ ചെന്ന ഉടനെ തീരുമാനം എടുത്ത് ഫസ്റ്റ് അവൈലബിൾ ഓപ്ഷൻസിൽ ഞങ്ങൾ പിന്നെ കഴിയാവുന്നവർ പോകണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ KC ആയിട്ടും കൂടെ ആലോചിച്ചതിൻ്റെ ശേഷം അതിനകത്തൊരു തീരുമാനം. കോഴിക്കോടുണ്ട്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെലങ്ങാട് പ്രദേശത്ത് പിന്നെ ഗുരുതരമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായി. അവിടെ ആളുകൾ സ്റ്റാൻഡേർഡാണ്. അവരിലേക്ക് എത്താൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല. അവർ നിൽക്കുന്ന വീടിൻ്റെ 2 സൈഡിലുമുള്ള കര ഒലിച്ചു പോയി കഴിഞ്ഞു. അപ്പോൾ അവർ ആ സെൻട്രൽ സ്പേസിൽ ഏതാനും മീറ്ററുകൾ മാത്രമുള്ള ഒരു സെൻട്രൽ സ്പേസിൽ 4-5 വീട്ടുകാർ പിന്നെ ഇപ്പോഴും കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏതായാലും ഉരുൾപൊട്ടലിൽ, ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണം 43 ആയിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവിശ്വസനീയം എന്ന് തോന്നുന്ന തരത്തിലാണ് ഒരു പ്രദേശമാകെ മണ്ണൊലിച്ച് ആ പ്രദേശത്തെ ആകെ ചെളിയും മണ്ണുമായി മൂടിക്കിടക്കുന്നു. അതിനകത്ത് എത്ര ജീവനുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പോലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏതായാലും അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാകുന്നു.